വെൽക്കം. യെസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന നാഷണൽ ലെവലും അതേപോലെ സ്റ്റേറ്റ് ലെവലും ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ ഏതൊക്കെയാണ്, അതുവഴി നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സുകൾ പഠിക്കാൻ പറ്റും, ഏതൊക്കെ കരിയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിപ്പോൾ സയൻസ് കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ ഫീൽഡിലുള്ളവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എത്താൻ ഇതുവരെ വിചാരിച്ചിട്ടില്ലാത്ത, നിങ്ങൾക്ക് വളരെയധികം കഴിവുള്ള ഒരു മേഖലയിലേക്ക്, കരിയറിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഒരു ചാൻസ് ആയിരിക്കും ഇത് കേട്ടോ. സോ ആദ്യം നമ്മൾ പറയുന്നത് സയൻസ് സ്ട്രീം സ്റ്റുഡൻസിനുള്ളതാണ്. അതായത് സയൻസ് സ്ട്രീം ഫോക്കസ്ഡ് എക്സാംസ് ആണ്. മെയിൻലി എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ. അതിൽ മെഡിക്കലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എക്സാമാണ് നമ്മളുടെ നീറ്റ് UG അല്ലേ, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് ഫുൾ ഫോം വരുന്നത്. നീറ്റ് എക്സാമിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ടാവണം. മിനിമം മാർക്സ് എന്ന് പറയുന്നത് ജനറൽ 50% ആണ് PCBയിൽ കേട്ടോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ. OBC SC ST ആണെന്നുണ്ടെങ്കിൽ 40% ആണ് മാർക്ക് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെയും അതേപോലെ കേരളത്തിലെയും ഒക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലേക്കും അതേപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്കും ഒക്കെ അഡ്മിഷൻ നടക്കുന്ന നാഷണൽ ലെവൽ എക്സാമാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് MBBS, BDS, BAMS, ആയുർവേദ, ഹോമിയോപ്പതി പോലത്തെ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ നേടാൻ നിങ്ങൾക്ക് എന്ത് എക്സാമിൻ്റെ മാർക്സ് വേണം, അല്ലെങ്കിൽ നീറ്റ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകണം. ഇവിടെ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് സീറ്റ് വരുന്നത് ഏകദേശം 1.25 ലക്ഷത്തോളം സീറ്റ് ഒരു വർഷം എന്ത് ചെയ്യുന്നുണ്ട്, നീറ്റിലൂടെ നികത്തപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 59,000-ത്തിലധികം ഗവൺമെൻറ് MBBS സീറ്റുകൾ തന്നെയുണ്ട്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,700-ൽ-അധികം ഗവൺമെൻറ് സീറ്റുകളുണ്ട്. പ്രൈവറ്റ് നോക്കുകയാണെങ്കിൽ 3,000-ൽ-അധികം പ്രൈവറ്റ് സീറ്റുകളും വരുന്നുണ്ട്. അതായത് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മെഡിക്കൽ UG നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം മെഡിക്കലിൽ കരിയർ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. അത് എഴുതാനുള്ള നിങ്ങൾക്ക് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മിക്കവാറും അത് മെയ് 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതിയിലായിട്ടായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവാം. ഓൾമോസ്റ്റ് ഒരു 22 ലക്ഷത്തിലധികം കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ വർഷവും നീറ്റ് എക്സാം എഴുതാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എയിംസ്, ജിപ്മർ, AFMC, നമ്മുടെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജസ്, മറ്റ് പല ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലേക്കൊക്കെ അഡ്മിഷൻ നേടാൻ നിങ്ങൾ നീറ്റ് എക്സാം പാസ്സായിട്ടുണ്ടാകണം. ഇനി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലെ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമാണ് JEE, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. 2 ലെവലായിട്ടാണ് ആ എക്സാം നടക്കുക. ഒന്ന് മെയിൻസ് ആയിരിക്കും, പിന്നെ നിങ്ങൾ എഴുതേണ്ടത് അഡ്വാൻസ്ഡ്. അതായത് മെയിൻസ് പാസ്സായ ഒരാളാണ് അഡ്വാൻസ്ഡ് എഴുതുന്നുണ്ടാവുക. അഡ്വാൻസ്ഡ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IIT-കളിൽ എന്ത് ചെയ്യാൻ പറ്റും, BTech, BArc പോലത്തെ കോഴ്സുകൾ പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾ മെയിൻസ് മാത്രം പാസ്സായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NIT-കളിലേക്ക് അഡ്മിഷൻ എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അഡ്വാൻസിനെ പേടിച്ചിട്ട് മെയിൻസ് എഴുതാതിരിക്കരുത്. ഓക്കെ. സോ JEE മെയിൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BE BTech കോഴ്സുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടായിരിക്കണം +2-ൽ. അതേപോലെ BArc-നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പ്ലസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തും. പിന്നെ പ്ലാനിംഗ് ആണെന്നുണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് പ്ലാനിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെസ്റ്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ BTech, BArc, പ്ലാനിംഗ് ഒക്കെ പോലത്തെ കോഴ്സുകളിലേക്കാണ് JEE വഴി എന്ത് ചെയ്യുന്നത്, JEE മെയിൻസിൻ്റെ സ്കോർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻസ് നടക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 45,000-ത്തിലധികം സീറ്റുകൾ ഓരോ വർഷവും വരുന്നുണ്ട്. NIT, IIT-കൾ, IIIT-കളൊക്കെ അടക്കം ഏകദേശം 45,000-ത്തിലധികം സീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ JEE മെയിൻസിൻ്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് IIT-കളിൽ പ്രവേശിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് IIITs ഉണ്ട്. IIITs അതേപോലെ തന്നെ GFTI ഒക്കെ പോലത്തെ സ്ഥാപനങ്ങളിൽ അടിപൊളി ക്യാമ്പസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ചാൻസാണ്. അപ്പോൾ ജാനുവരി, ഏപ്രിൽ ആയിട്ട് 2 ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുക. ഒരു JEE മെയിൻസിൻ്റെ ഫേസ് 1 നമ്മുടെ ജനുവരിയിൽ നടക്കും, ഫേസ് 2 ആയിട്ട് ഏപ്രിലിൽ നടക്കും. അപ്പോൾ 2-ൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം, വേണമെങ്കിൽ 2-ലും എഴുതാം. ഒന്നെങ്കിൽ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ 2 ഫേസ് ആയിട്ടാണ് ഇന്ന് എക്സാം നടക്കുന്നത്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഏകദേശം 14 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് ഈ ഒരു എക്സാം എഴുതുന്നത് ഓരോ വർഷവും. NIT എന്ന് പറയുമ്പോൾ നമുക്ക് ട്രിച്ചിയിലുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, സൂറത്കല്ലുണ്ട്, വരാങ്കലൊക്കെ നമ്മുടെ NIT-കൾ വരുന്നുണ്ട്. അതേപോലെ IIITs ആണെങ്കിൽ ഹൈദരാബാദിലുണ്ട്, ബാംഗ്ലൂരിൽ, അങ്ങനെ നല്ല നല്ല IIITs-കളിലേക്കും അതേപോലെ NITs-ലൊക്കെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു ചാൻസ് JEE മെയിൻസ് വഴിയാണ് ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. ഇനി JEE അഡ്വാൻസ്ഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2.5 ലക്ഷത്തോളം JEE മെയിൻസ് എഴുതുന്ന കുട്ടികളിൽ നിന്ന് ഫസ്റ്റ് 2.5 lakhs വരുന്ന
2.5 ലക്ഷത്തോളം വരുന്ന കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്വാൻസ്ഡിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. ആദ്യത്തെ 2.5 ലക്ഷം റാങ്കുകാരെയാണ് അഡ്വാൻസ്ഡിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. കോഴ്സസ് BTech, BArc, BS ഒക്കെയാണ്. ഏകദേശം 18,000-ഓളം സീറ്റുകളാണ് ഉണ്ടാവുക. അത് തന്നെ IITs, അതേപോലെ IISc, IISTയിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് JEE അഡ്വാൻസ്ഡ് സ്കോർ യൂസ് ചെയ്തിട്ടാണ്. മെയിലാണ് ഓൾമോസ്റ്റ് എക്സാം നടക്കുന്നുണ്ടാവുക. അതായത് phase 1 ശേഷം അല്ലെങ്കിൽ മെയിൻസിന് ശേഷം മെയിലാണ് എന്ത് ചെയ്യുന്നത്, അഡ്വാൻസ്ഡ് നടക്കുന്നത്. ഓൾമോസ്റ്റ് 1,80,000 സ്റ്റുഡൻസ്, അതായത് അത്രത്തോളം സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അപ്രയർ ചെയ്യുന്നത് ഓരോ വർഷങ്ങളിലും. IIT നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്രാസിലുണ്ട്, ഡൽഹി, ബോംബെ, കാൺപൂർ, ഖരഗ്പൂർ, റൂർക്കെ, ഗുവാഹത്തിയിലൊക്കെയുള്ള IITകളിലേക്കാണ് ഇവിടെ പ്രവേശനം നടക്കുന്നത്. അതേപോലെ IISc ആണെങ്കിൽ അത് ബാംഗ്ലൂരാണ്, ആൻഡ് IISTs ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് BTech, BArc ഒക്കെ പഠിക്കണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഫോർ JEE. അപ്പോൾ നീറ്റ്, JEE പോലത്തെ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ +2 ഇപ്പം നമ്മളുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ +2 കഴിഞ്ഞതിൻ്റെ കൂടെ ചിലപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് കിടിലനായിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ എജുപോർട്ട് നിങ്ങൾക്കൊരു കിടിലൻ അവസരം ഒരുക്കുന്നുണ്ട്. 100% ഫ്രീ ആയിട്ട് നമ്മളുടെ കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. എക്സാം നടക്കാൻ പോവുകയാണ് ESAT. 90-ലധികം എക്സാം സെൻറ്റേഴ്സിലായിട്ടാണ് ESAT എക്സാം നടക്കാൻ പോകുന്നത്, അതും January 4th. അപ്പം നിങ്ങൾക്ക് നീറ്റ്, JEE പോലത്തെ സ്ട്രീമിലേക്ക് പോകാൻ താല്പര്യമുള്ള സയൻസ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളുടെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും രജിസ്റ്റർ ചെയ്യാനുള്ള. അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ ടോപ്പ് റാങ്കിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ 100% ഫ്രീ ആയിട്ട് നമ്മളുടെ കൂടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ നീറ്റ്, JEE കരിയറിലേക്ക് നമ്മുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു കരിയറായിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കുന്നുണ്ടാകും. അപ്പോൾ 100% റിപ്പീറ്റ് ചെയ്യാനുള്ള, ഫ്രീ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മറക്കാതെ എന്ത് ചെയ്യുക, ആ ലിങ്ക് പോയിട്ട് ക്ലിക്ക് ചെയ്യാം. റെഡി? ഇനി നമ്മൾ കേരളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കേരള ലെവൽ എക്സാമിലേക്ക് എഞ്ചിനീയറിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീം എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീം എക്സാമിൽ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നീറ്റ് എക്സാം രജിസ്റ്റർ ചെയ്തൊരു കുട്ടിക്ക് അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതിയ ഒരു കുട്ടിക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയും കീമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം. എഴുതണം നിർബന്ധമില്ല, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. സോ കീം എന്ന് പറയുന്നത് കേരള എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ ആൻഡ് മെഡിക്കൽ എക്സാം ആണ്. അതിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് PCM ആണ് ഫോർ എഞ്ചിനീയറിംഗ്, അതുപോലെ PCB ആണ് ഫോർ ഫാർമ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്കാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ക്വാളിഫയിങ് മാർക്സ് എന്ന് പറയുന്നത് ജനറലിന് 45% ആണ്, SC ST-കാർക്ക് അത് 40% ആയിട്ട് വരും. ഇവിടെ കോഴ്സുകൾ വരുന്നത് BTech, B.Pharm ഒക്കെ പോലത്തെ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നത്, അതേപോലെ അഗ്രികൾച്ചർ, അതേപോലെ എഞ്ചിനീയറിംഗിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് എന്ത് വഴിയാണ്, കീമിൻ്റെ സ്കോർ വഴിയാണ് കേട്ടോ. സോ എഞ്ചിനീയറിംഗിൽ ഏകദേശം 50,000-ലധികം സീറ്റുകളുണ്ട്. ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 2,000-ലധികം. ഇപ്പോൾ BArc കോഴ്സുകളൊക്കെ എന്ത് ചെയ്യാണ്, കീമിലൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത്. അതിൽ 2,000-ലധികം സീറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫാർമസി ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ 3,000-ലധികം സീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഏരിയയിലൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഏപ്രിൽ, മെയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സാംസ് നടക്കാറുള്ളത്. ഓൾമോസ്റ്റ് ഒരു 90,000-ലധികം, 1,00,000-ഓളം കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ വർഷവും എക്സാമിന് അപ്പിയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള എക്സാമാണ്. ഇപ്പോൾ CET വളരെ ഫേമസ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ. TKM, അതേപോലെ GECT-ലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീം വഴി അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതേപോലെ കേരളത്തിലുള്ള കംപ്ലീറ്റ് ഫാർമ കോളേജസിലേക്കും അഡ്മിഷൻ എടുക്കാനുള്ള എക്സാമാണ് കീം എക്സാം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് BITSAT ആണ് കേട്ടോ. BITSAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബിറ്റ്സ് പിലാനി എന്ന് കേട്ടിട്ടുണ്ടാകും. അതായത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ആണ് BITSAT നടക്കുന്നത്. ബിറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. ആ ബിറ്റ്സിൽ പല കോഴ്സുകളും പഠിക്കാനുള്ള എൻട്രൻസ് എക്സാം ആണ് BITSAT എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് BITSAT എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്സ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറയുന്നത് PCM അല്ലെങ്കിൽ PCB ആണ്, വിത്ത് അഡിക്വേറ്റ് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. 75% ആണ് അഗ്രിഗേറ്റ് മാർക്കായിട്ട് പറയുന്നത്. ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BE ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട്, B.Pharm ഉണ്ട്, അതുപോലെ മറ്റ് പല കോഴ്സുകളും BITS എന്ന പോലത്തെ ഒരു വലിയൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും.
ഏകദേശം 3000 to 3300 വരെ സീറ്റുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തിൽ എല്ലാ വർഷവും നികത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ബിറ്റ്സാറ്റ് ഒക്കെ എഴുതുന്നത്, ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ പോരെ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? എടാ, നമ്മൾ ഈ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് നാഷണൽ ലെവലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, അവിടെ വരുന്ന റിക്രൂട്ട്മെൻറ്റിന് വരുന്ന കമ്പനീസ് എന്നൊക്കെ പറയുന്നത് നാഷണൽ ലെവൽ മൾട്ടി മില്യണയർ ടൈപ്പ് ഓഫ് കമ്പനീസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവാം ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ നമുക്ക് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ആയിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവാം. അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, വലിയ വലിയ കോളേജസ് അല്ലെങ്കിൽ നാഷണൽ ലെവൽ കോളേജസിലേക്കൊക്കെ പോകാനുള്ള മാക്സിമം തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. റെഡി? അപ്പോൾ ഏകദേശം മെയ് ജൂണിലായിട്ടാണ് എക്സാം നടക്കാറ്. ഏകദേശം ഒരു 2 ലക്ഷത്തോളം കുട്ടികൾ എക്സാംസ് എഴുതാറുണ്ട്. ആൻഡ് മെയിൻ ക്യാമ്പസ് വരുന്നത് ബിറ്റ്സ് പിലാനിയാണ് കേട്ടോ. ബിറ്റ്സ് പിലാനിയാണ് മോസ്റ്റ് ഡിമാൻഡഡ് ക്യാമ്പസ്. പിന്നെ ഗോവയുണ്ട്, അതേപോലെ ഹൈദരാബാദിലും ക്യാമ്പസസ് വരുന്നുണ്ട്. ഈ ക്യാമ്പസിലേക്കൊക്കെയുള്ള എൻട്രൻസ് എക്സാം ആണ് എന്ത് ചെയ്യുന്നത് ബിറ്റ്സാറ്റിൽ നടത്തുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഐസർ IIT. ഐസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 5 year ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് പ്യോർ സയൻസിലൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഡിഗ്രി പ്ലസ് PG ഒരുമിച്ച് ചെയ്യുക എന്നുള്ളൊരു രൂപത്തിലാണ് ഐസറിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് വരുന്നത് കേട്ടോ. സോ ഐസർ എന്ന് പറയുന്ന സമയത്ത് സയൻസ് സ്ട്രീം ആയിരിക്കണം. റിക്വയർഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ PCM ആയിരിക്കണം അല്ലെങ്കിൽ PCB ആയിരിക്കണം. നിങ്ങൾക്ക് BS MS ഡ്യുവൽ ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഐസറിൽ പഠിക്കുന്നത് വഴി കിട്ടുന്നുണ്ടാവുക. ആൻഡ് BS പഠിക്കാൻ പറ്റും. BTech പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഐസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2300ഓളം സീറ്റുകളുണ്ട്. അത് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഐസർ IIT ടെസ്റ്റിൻ്റെ സ്കോർ ആയിരിക്കും. ആൻഡ് മെയിലാണ് ഓൾമോസ്റ്റ് എക്സാം നടക്കാറ്. ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികൾ എക്സാംസ് എഴുതാറുണ്ട്. ഐസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലും അതേപോലെ നമ്മളുടെ ട്രിവാൻഡ്രത്ത് എന്തുണ്ട്, ഐസർ ക്യാമ്പസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസർ മൊഹാലി ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ക്യാമ്പസുകളുണ്ട്. ആ ക്യാമ്പസുകളിലേക്കൊക്കെയുള്ള കോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എക്സാം വഴി ഫില്ല് ചെയ്യുന്നത്. അതും ഓൾമോസ്റ്റ് ഒരു 5 year ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളായിരിക്കും അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഐസറിൽ കയറി കഴിഞ്ഞാൽ 5 വർഷത്തെ ഒരു ലോങ് കോഴ്സ് ആയിരിക്കും. സോ ഇനി കീമിന് നിങ്ങൾക്ക് വളരെ എന്താ പറയുക, പല കുട്ടികളും ഉണ്ടാകും കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കീമിന് നിങ്ങൾക്ക് നന്നായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡഡ് ക്രാഷ് കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഓൺലൈനായിട്ടാണ്. അതും ഏറ്റവും അടിപൊളി പ്രൈസിലായിരിക്കും. ഏർലി ബേർഡ് ഓഫറാണ്. അതായത് ആദ്യം വരുന്ന 1000 കുട്ടികൾക്ക് മാത്രമാണ് 4999 കോഴ്സ് നമ്മൾ 4499 എന്ന പ്രൈസിന് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ +2ൻ്റെ ബോർഡ് എക്സാം ക്രാഷ് ഫ്രീ ആയിരിക്കും. സോ +2 ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ കീമിൻ്റെ ക്രാഷ് കോഴ്സായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക് അഡ്മിഷൻ നേടാനുള്ളൊരു കിടിലൻ ചാൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ 4499. ഓക്കെ, അപ്പോൾ അധികം ആലോചിച്ച് നിൽക്കരുത്. ഇതിനെല്ലാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, താഴെ കൊടുത്തിട്ടുണ്ടാകും. ആ പിന്നെ ലിങ്ക് ഇതിപ്പോൾ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് December 27 കേട്ടോ. December 27 നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാം. സ്കീം പോലെ തന്നെ നമ്മൾ നീറ്റ് എക്സാമിനും എന്ത് ചെയ്യുന്നുണ്ട്, ക്രാഷ് ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ December 27 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈസ് വരുന്നത് ഫസ്റ്റ് 1000 സ്റ്റുഡൻസിന് വെറും 4499 റുപ്പീസാണ്. അതായത് നീറ്റ് എക്സാമിൻ്റെ കംപ്ലീറ്റ് ക്രാഷ് പോർഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പം നമ്മളുടെ ബോർഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്. അപ്പോൾ ഈ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനൊക്കെ ഒട്ടുമിക്കതും ഒരു കൈൻഡ് ഓഫ് നീറ്റ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്രാഷ് ബാച്ചിലുള്ള ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലത്തെ ഭയങ്കര ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ പക്ക ബേസിക്സ് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ ഈ ഡിസംബറിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആകുമ്പോഴേക്ക് നമ്മൾ കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്ത് ഒരു ക്രാഷ് റിവിഷൻ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റിൻ്റെ പോർഷൻസ് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് നീറ്റിൽ നിങ്ങൾക്കൊരു എന്താ പറയുക അടിപൊളി പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റും. അതായത് പല കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നീറ്റ് ട്രൈ ചെയ്യണോ, ഞാൻ നീറ്റ് എഴുതണോ എന്നൊക്കെ ഡൗട്ടുകൾ അടിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ക്രാഷിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇതെൻ്റെ വഴിയാണ്, ഐ ക്യാൻ ഡൂ ദിസ് എന്നുള്ളൊരു സാധനം അവർക്ക് വരും. അപ്പോൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടേ എന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാകും. എന്താണ് ഈ നീറ്റ്, ഇതുവരെ ഒന്നും അറിയാത്ത ആൾക്കാർ എന്താണ് ശരിക്കും നീറ്റിൽ ചോദിക്കാൻ പോകുന്നത്, എന്താണ് ഒരു നീറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ഈ ഒരു ക്രാഷ് ബാച്ച് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. മാത്രമല്ല, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, നീറ്റിന് അത്യാവശ്യം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് +2ൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കിടിലനായിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. സോ ഇതാണ് നമ്മുടെ ക്രാഷ് ബാച്ച് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ CUT ക്ക് ബാച്ച് ഉണ്ട്, കീമിന് നമുക്ക് ക്രാഷ് ബാച്ച് ഉണ്ട്, അതേപോലെ തന്നെ നീറ്റിനുണ്ട്. ഇത് മൂന്നിലും നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് CUT ക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, കീമിന് വേണ്ടി ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, നീറ്റിന് വേണ്ടി ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. മൂന്നിൻ്റെയും ലിങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് ബോക്സിലും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഏത് നിഷിലേക്കാണോ നിങ്ങൾ പോകുന്നത്, CUT ആണെങ്കിൽ CUT-ലേക്ക് വരിക, കീമാണെന്നുണ്ടെങ്കിൽ കീമിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, നീറ്റ് ആണെങ്കിൽ നീറ്റിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സോ ആ കമ്മ്യൂണിറ്റീസിൻ്റെ ലിങ്ക് ഒക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ അവിടെ ക്ലിയർ ചെയ്തിരുന്നുണ്ടാവും. ഒരു കൈൻഡ് ഓഫ് ഹെൽപ്പ് ഡെസ്ക് പോലെ ആയിരിക്കും നമ്മുടെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആൻഡ് ജനറൽ UG എക്സാംസിനെ കുറിച്ചാണ്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ ജനറൽ ആയിട്ട് UG കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാംസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സയൻസുകാർക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് CUET UG ആണ്. CUET UG എന്ന് പറയുമ്പം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ് നമ്മൾ പറയുക. ഇന്ത്യയിലെ മൊത്തം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള എൻട്രൻസ് എക്സാമാണ് CUET UG എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് 12th പാസ്സായിരിക്കണം. ആൻഡ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ആ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഓരോരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അതായത് അവരൊക്കെ പറയുന്നുണ്ട് ഈ കോഴ്സിൽ നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, അതിൽ ഇത്ര മാർക്സ് ഉണ്ടായിരിക്കണം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിനെ അനുസരിച്ചിരിക്കും അതിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു യൂണിവേഴ്സിറ്റി മാത്രം സ്വപ്നം കണ്ടു പോകാമെന്നല്ലാണ്ട് നിങ്ങൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടെ എന്ത് ചെയ്യണം, ഒന്ന് റെഫർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ആൻഡ് ഇതിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത് UG പ്രോഗ്രാംസിലേക്കായിരിക്കും. BA, BSc, BCom ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, CUET എക്സാം വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. അതും കംപ്ലീറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷനാണ് CUET വഴി എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. ഏകദേശം 1.5 ലക്ഷത്തിലധികം സീറ്റുകളാണ് ഓരോ വർഷവും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാകുന്നത്. ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 40,000-ലധികം സീറ്റുകൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എക്സാം നടക്കുന്നത് മെയ് ജൂൺ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ്. ഏകദേശം 13 ലക്ഷത്തോളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, CUET എക്സാംസ് ഇപ്പോൾ എഴുതുന്നുണ്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CUET എക്സാം വലിയ പോപ്പുലർ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ ബെറ്റർ ക്യാമ്പസസ്, ബെറ്റർ പ്ലേസസ്, ബെറ്റർ എക്സ്പോഷർ എന്നുള്ള രീതിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ CUET എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരിക്കില്ല. നീറ്റ് എക്സാമിൻ്റെ ഒരു പടം താഴെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പം അത്ര ടഫ്നെസ് ഇല്ലെങ്കിലും പക്ഷേ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിക്ക് മാത്രമേ CUET എക്സാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കും അഡ്മിഷൻ നടക്കുന്നത് ഇതിൽ വഴിയാണ്. ഇപ്പോൾ DU, BHU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതേപോലെ JNU, ജാമിയ മില്ലിയ, അതിലേക്കൊക്കെ അഡ്മിഷൻ നടക്കുന്നത് CUET വഴിയാണ് കേട്ടോ. ആൻഡ് മെനി പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ് ഓർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാമിൻ്റെ സ്കോർ നോക്കിയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പല കുട്ടികൾക്കും നല്ല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയിട്ട് UG PG ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് +2 കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പ്ലേസ്ഡ് ആവാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റ്റൻഡ് ക്രാഷ് ഓൺലൈനായിട്ട് തന്നെ നമ്മൾ CUETക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും 2026 ക്രാഷ് പ്രോഗ്രാമാണ്. നമ്മൾ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത് December 27-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതും നമ്മൾ ഏർലി ബേർഡ് ഓഫറായിട്ട് നിങ്ങൾക്ക് തരുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഫോർ 5,999. 8499 കോഴ്സാണ്. നമ്മൾ വെറും 5,999 റുപ്പീസിനായിട്ട് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള, അതായത് December 27 മുതൽ CUET എക്സാം നടക്കുന്നത് വരെയുള്ള അസിസ്റ്റൻസ് ആണ് പറയുന്നത് കേട്ടോ. അതും ആദ്യത്തെ 1000 കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നമ്മളത് തരാൻ പോകുന്നത്. സോ CUET എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏകദേശം 13 ലക്ഷത്തോളം കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇൻക്രീസ് ചെയ്തൊരു നമ്പറാണ്. അധികം കുട്ടികൾ ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ടഫ്നെസ് ഒക്കെ ചിലപ്പോൾ കൂടാം. അപ്പോൾ ആ ലെവലിലൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ we have the batch. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ആൻഡ് ക്ലാസ്സസും കോഴ്സസും നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്തുക. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് 3 പേർക്കും 3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് 3 ഭാഗങ്ങളാക്കിയിട്ട് തന്നെ നമ്മൾ കോഴ്സസ് തരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് +2 ബോർഡ് എക്സാം ക്രാഷ് ഫ്രീ ആയിരിക്കും. അതായത് ഇഫ് യു ആർ കൊമേഴ്സ് സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ കൊമേഴ്സിൻ്റെ ബോർഡ് എക്സാം ക്രാഷ് ഫ്രീ ആയിരിക്കും. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെ ബോർഡ് എക്സാം ക്രാഷ് ഫ്രീ ആയിരിക്കും. സയൻസ് ആണെങ്കിൽ സയൻസിൻ്റെ ബോർഡ് എക്സാം ക്രാഷ് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് രജിസ്റ്റർ. ഓക്കെ,
ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോ എൻട്രൻസ് എക്സാംസിനെ കുറിച്ചാണ്. അതായത് നിയമം പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ LLB കോഴ്സുകളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് എക്സാം ഏതാണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം ക്ലാറ്റ് ആണ്. ക്ലാറ്റ് എന്ന് പറയുമ്പോൾ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. അതായത് നാഷണൽ ലെവലിൽ നടക്കുന്ന എക്സാമാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം ലോ കോളേജസിലേക്കുള്ള എക്സാമാണ് ക്ലാറ്റ്. ഇതിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് 12th പാസ്സായിരിക്കണം, മിനിമം 45% മാർക്ക് വേണം. 40% ആണ് SC/ST ആണെന്നുണ്ടെങ്കിൽ. ആൻഡ് കോഴ്സസ് വരുന്നത് 5-year ഇൻറ്റഗ്രേറ്റഡ് LLB ആണ് അറ്റ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, ആൻഡ് അപ്രോക്സിമേറ്റ്ലി 3000-ലധികം സീറ്റുകളാണ്. 26 NLUs ആണുള്ളത്. ആ 26 ക്യാമ്പസിലോളം മൊത്തത്തിൽ 3000-ലധികം സീറ്റുകൾ വരുന്നുണ്ട് നാഷണൽ ലെവലിൽ. അത് ഏകദേശം ഡിസംബറിലാണ് എക്സാം നടക്കുക. ഇപ്പോൾ 2026-ൻ്റെ എക്സാം ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസംബറിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ എക്സാം നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു എക്സാം കഴിഞ്ഞു, ക്ലാറ്റിൻ്റെ എക്സാം തീർന്നു. ഇനി നടക്കാൻ പോവുക അടുത്ത 2026 ഡിസംബറിലാണ് ഇനി ക്ലാറ്റിൻ്റെ എക്സാം നടക്കാൻ പോവുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തതെന്നുള്ളത്. ഇതിൽ മെയിൻ കോളേജസ് വരുന്നത് NLSIU ബാംഗ്ലൂർ, അതേപോലെ NLSR ഹൈദരാബാദ്, ഗുജറാത്ത് NLU ഒക്കെയാണ് മെയിൻ ക്യാമ്പസ് ആയിട്ട് നമ്മൾ പറയാറ്. ആൻഡ് ഇനി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിലെ എന്താണ് ലോ കോളേജസ് ആണ്. അപ്പോൾ അതിൽ കേരള സ്റ്റേറ്റ് ലെവൽ ലോ എക്സാം ഉണ്ട്, CLE എന്ന് പറയും. CLE എക്സാം ആണ് ഇനി നമുക്ക് വരാനുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് 12-ൽ മിനിമം 45% മാർക്ക് വേണം. SC/BC കാറ്റഗറി ആണെങ്കിൽ 42% മതി. 40% ആണ് SC/ST-കാർക്ക് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കിട്ടാവുന്നത് 3-year and 5-year LLB ആണ്. അതും കേരളത്തിലെ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് കോളേജസിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ അപ്രോക്സിമേറ്റ്ലി 1000-ലധികം സീറ്റുകളാണ് വരുന്നത്. മെയ് ജൂണിലായിട്ടാണ് എക്സാം നടക്കുക. ഓൾമോസ്റ്റ് ഒരു 10,000 കുട്ടികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഓരോ വർഷവും ഈ എക്സാം എഴുതാറുണ്ട്. ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളമൊക്കെയാണ് മെയിൻ ക്യാമ്പസ് വരുന്നത്. അതേപോലെ ട്രിവാൻഡ്രം, കോഴിക്കോടൊക്കെയാണ് മെയിൻ ക്യാമ്പസ് ആയിട്ട് ഗവൺമെൻറ് ലോ കോളേജസിൽ വരുന്നത് കേട്ടോ. റെഡി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ എക്സാമാണ്. അതായത് നന്നായിട്ട് ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നാഷണൽ ലെവൽ എക്സാംസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചറിൽ വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് NID ഡാറ്റ് എക്സാം ആണ്. അതായത് NID-കളിലേക്കുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് ആണ് NID-യിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റാണ് NID ഡാറ്റ് എന്ന് പറയുന്നത്. ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. അതിനും നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12th പാസ്സായിരിക്കണം. ഓക്കെ, അതിൽ കോഴ്സ് പറയുന്നത് ബാച്ചിലർ ഓഫ് ഡിസൈനിങ് ആണ്. അതും NIDs-ലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക. സോ NID പോലത്തെ ഒരു നാഷണൽ ലെവൽ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈനിങ് കോഴ്സുകൾ പഠിക്കാൻ പറ്റും. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് എക്സ്പോഷർ ദാറ്റ് യു വിൽ ഗെറ്റ്. ഓക്കെ, ആൻഡ് അപ്രോക്സിമേറ്റ്ലി ഏകദേശം 425 സീറ്റുകളാണ് ഒരു വർഷം ഉണ്ടാവുക. അതിൻ്റെ എക്സാം നടക്കുന്നത് ഡിസംബറിലാണ്. ആൻഡ് ഏകദേശം 20,000 സ്റ്റുഡൻസ് എന്ത് ചെയ്യാറുണ്ട്, അപ്പിയർ ചെയ്യാറുണ്ട്. ആൻഡ് മെയിൻ കോളേജസ് വരുന്നത് NID അഹമ്മദാബാദ്, വിജയവാഡ ആൻഡ് ബാംഗ്ലൂർ. ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് ക്യാമ്പസസ് വരുന്നത്. ആൻഡ് UC'ഡ് കോഴ്സാണ് അടുത്തത്. UC'ഡ് എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT-കളിൽ എന്താണ് ഡിസൈനിങ് കോഴ്സസ് പഠിക്കാനുള്ള എക്സാമാണ് UC'ഡ് എന്ന് പറയുന്നത്. NID ഡാറ്റ് എന്ന് പറയുന്നത് NID-കളിൽ പഠിക്കാൻ. IIT-കളിലാണെന്നുണ്ടെങ്കിൽ UC'ഡ് ആണ് എക്സാം വരുന്നത്. അതിലും നിങ്ങൾ 12th പാസ്സായിരിക്കണം. ജനറലിലാണെങ്കിൽ ഇവിടെ ക്രൈറ്റീരിയ ഉണ്ട്, 75% മാർക്ക് വേണം. SC/ST ആണെങ്കിൽ 65% മാർക്ക് വേണം. ആൻഡ് ബാച്ചിലർ ഓഫ് ഡിസൈനിങ് ഇൻ IITs ആണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം 240 സീറ്റ്സ് ആണ് ഒരു വർഷം വരുന്നത്. ജാനുവരിയിലാണ് മോസ്റ്റ്ലി എക്സാം നടക്കാറ്. ഏകദേശം ഒരു 15,000-ഓളം സ്റ്റുഡൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാംസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. IIT ബോംബെ, IIT ഡൽഹി, IIT ഹൈദരാബാദ് ഒക്കെയാണ് മെയിൻ ക്യാമ്പസസ് ആയിട്ട് ബാച്ചിലർ ഓഫ് ഡിസൈനിങ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാം. ഓക്കെ, ഇനിയുള്ളത് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ലെവലിലേക്ക് വരുമ്പോൾ നാറ്റ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ ആണ്. നാറ്റ എക്സാം ഉണ്ടാകും. നാറ്റ എക്സാം എന്ന് പറയുന്നത് 10+2 പാസ്സായിരിക്കണം വിത്ത് PCM, അല്ലെങ്കിൽ 10+3 ഡിപ്ലോമ ഉണ്ടായാലും മതി വിത്ത് മാത്സ്, വിത്ത് മിനിമം 50% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. BArch-ആണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സ്. 22,000-ലധികം മൊത്തം സീറ്റുകളാണ് ഇതിലൂടെ ഫില്ല് ചെയ്യുന്നത്. 3,000-ലധികം ഗവൺമെൻറ് സീറ്റ് നാറ്റയിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി മൾട്ടിപ്പിൾ ടെസ്റ്റുകളാണ് നടക്കുന്നത്. മാർച്ച് മുതൽ ജൂലൈ വരെ മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ ഉണ്ടാകും. ഏകദേശം 40,000 സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് മെയിൻ ക്യാമ്പസസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ JJSOA മുംബൈ ആണ്. അതേപോലെ ചണ്ഡീഗഡിലെ SOA ഉണ്ട്, മണിപ്പാലിൽ, അതേപോലെ CEPT ഒക്കെയാണ് മെയിനായിട്ട് ക്യാമ്പസസ് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് NIFT എക്സാമിനെ കുറിച്ചാണ്. ഓക്കെ, NIFT എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിസൈനിങ് കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് NIFT എക്സാം എന്ന് പറയുന്നത്. അത് നിങ്ങൾ 12th പാസ്സായാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കോഴ്സുകൾ എന്ന് പറയുന്നത്
ബാച്ചിലർ ഇൻ ഡിസൈനിങ് ഉണ്ട്, ഫാഷൻ ടെക്നോളജി ഉണ്ട്, അതേപോലെ നിഫ്റ്റുകളിലുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളൊക്കെ നിഫ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 5200+ സീറ്റുകളുണ്ട്. ആൻഡ് ഫെബ്രുവരിയിലാണ് എക്സാം നടക്കുക. ഏകദേശം 30,000-ഓളം സ്റ്റുഡൻസ് എന്ത് ചെയ്യാറുണ്ട്, അപ്പിയർ ചെയ്യാറുണ്ട്. ആൻഡ് നിഫ്റ്റ് മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, ഗാന്ധിനഗർ ഒക്കെയാണ് മെയിൻ ക്യാമ്പസസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് സോഷ്യൽ സയൻസസ് എക്സാംസ് ആണ്. ഓക്കെ, മാനേജ്മെൻറ്റും അതേപോലെ സോഷ്യൽ സയൻസ് ഫീൽഡിലേക്കുള്ള എക്സാംസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് IP-MAT ആണ്. IP-MAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതായത് IIM കേട്ടിട്ടുണ്ടോ നിങ്ങൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അവിടെ നിങ്ങൾക്കൊരു 5 year BBA + MBA കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് അതിന് നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 12th പാസ്സായിരിക്കണം. ആൻഡ് 60% ആണ് ജനറലിന് പറയുന്നത്, 55% ആണ് SC/ST-കാർക്ക് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 750-ലധികം സീറ്റുകളുണ്ട്. ആൻഡ് എക്സാം നടക്കുന്നത് ഓൾമോസ്റ്റ് മെയിലാണ്. ഏകദേശം 20,000 സ്റ്റുഡൻസ് ഒരു വർഷം എന്ത് ചെയ്യാറുണ്ട്, അപ്പിയർ ചെയ്യാറുണ്ട്. ആൻഡ് മെയിൻ കോളേജസ് എന്ന് പറയുന്നത് IIM ഇൻഡോർ ഉണ്ട്, IIM റോത്താക്ക് ഉണ്ട്, IIM ജമ്മു ഉണ്ട്, നമ്മുടെ കോഴിക്കോട് IIM ഉണ്ട്. അങ്ങനെ ഈ പറയുന്ന IIM-കളിലൊക്കെ ഒരു 5 year ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്. അതായത് ഇഫ് യു എൻറ്റർ ഇൻ ടു ഇറ്റ്, നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് വിത്ത് MBA ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എക്സിറ്റ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് ഡിഫൻസ് എക്സാം ആണ്. ഡിഫൻസ് എക്സാം എന്ന് പറയുമ്പം NDA നാഷണൽ ലെവൽ എക്സാം ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി, ഇവർ നടത്തുന്ന എക്സാമാണ് NDA എക്സാം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BA, BSc, BTech ഒക്കെയാണ് എന്തിൽ, നാഷണൽ NDA-കളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആർമിയിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 12th പാസ്സായിരിക്കണം, ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല. എയർഫോഴ്സ് അല്ലെങ്കിൽ നേവിയിലേക്കാണെന്നുണ്ടെങ്കിൽ 12th പാസ്സായിരിക്കണം, ഫിസിക്സ് ആൻഡ് മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 400+ സീറ്റ്സ് ആണ് ഓരോ വർഷവും ഉള്ളത്. അത് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും, ഇൻടേക്ക് അനുസരിച്ച് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ആൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം April, September-ലായിട്ടാണ് എന്ത് ചെയ്യാറ്, എക്സാം നടക്കുക. അതായത് ഒരു വർഷം 2 എക്സാം നടക്കും, ഒന്ന് April, ഒന്ന് September. ഏകദേശം 6 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, മെയിൻ കോളേജസ് വരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമീസ് NDA ഫോർ പെർമനൻറ്റ് കമ്മീഷനാണ് മെയിൻ ആയിട്ടുള്ള എന്താ പറയുന്നത് നമ്മളുടെ ക്യാമ്പസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാക്കിയുള്ള എന്താ പറയുക, മെയിനായിട്ട് നമ്മൾ പറയാണ്ട് എല്ലാവർക്കും എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു എക്സാമാണ്. ആ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസിലെ നഴ്സിംഗ് എൻട്രൻസ് എക്സാം. നഴ്സിംഗ് എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പം എയിംസിൽ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ കീഴിലൊക്കെ പോയിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജസിൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ എയിംസിലൊക്കെ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അവിടെയൊക്കെ നഴ്സിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എഴുതേണ്ട എക്സാമാണ് എയിംസിൻ്റെ നഴ്സിംഗ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. ഇതിന് നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 12th പാസ്സായിരിക്കണം, PCB ആണ് എന്ന് പറയുന്നത് സബ്ജക്ട്സ് ഉണ്ടായിരിക്കേണ്ടത്. മാർക്സ് എന്ന് പറയുമ്പം ജനറലിന് 55%, SC/ST-കാർക്കാണെങ്കിൽ 50%. കോഴ്സ് BSc നഴ്സിംഗ് ആയിരിക്കും. അത് മെയിംസുകളിൽ ഏകദേശം 1200-ലധികം സീറ്റുകൾ വരുന്നുണ്ട്. 1,00,000-ലധികം സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യാറുണ്ട്. ജൂണിലാണ് എക്സാം നടക്കുക. ഡൽഹി എയിംസ് അതേപോലെ ജോധ്പൂർ എയിംസിലൊക്കെയാണ് മെയിനായിട്ട് ക്യാമ്പസസ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും എൻട്രൻസ് എക്സാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തിൽ നമുക്ക് ചുറ്റും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന, നമ്മളുടെ കരിയർ ചൂസ് ചെയ്യാൻ പറ്റുന്ന പല എൻട്രൻസ് എക്സാമുകളും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓക്കെ, ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് സെൻറ്റർ എന്നുള്ളോണം നമ്മളൊരു കമ്മ്യൂണിറ്റി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ അതും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപ്പറ്റിയൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയിട്ട് ചോദിക്കാം. വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നീറ്റ് അതേപോലെ JEE അതേപോലെ കീം CUET-ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ എക്സാംസ്, ഇപ്പം ഐസറിൻ്റെ എക്സാമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിറ്റ്സ് പിലാനിയുടെ എക്സാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടുത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കീമിനോ അല്ലെങ്കിൽ നീറ്റിൻ്റെ ഒക്കെ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേപോലത്തെ കോഴ്സുകൾ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ബി എ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതിനുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, താഴെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ജോയിൻ അസ്. നിങ്ങളുടെ ഡ്രീമിലേക്ക് ഞങ്ങളും കൂടെ നിങ്ങളുടെ കൂടെ നടക്കാനുണ്ടാവും എന്നുള്ളതാണ്.
ഓക്കെ, സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു സോ മച്ച്. വീണ്ടും ഇതേപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാകും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ആ ബെൽ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അപ്പം ഏതെങ്കിലും കുട്ടികൾ എനിക്ക് NDA എഴുതണം, അല്ലെങ്കിൽ എനിക്ക് IP മാറ്റ് എഴുതണം എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ് ദം ഓൾസോ ഫൈൻഡ് ദെയർ കരിയർ ത്രൂ അസ്. റൈറ്റ്? അപ്പോൾ ബൈ.